അമ്മായിയമ്മമാരോട് ഞാൻ പറയുക, പെമ്മക്കടെ മക്കളെ ഒരു തരത്തിൽ കാണുക, ആ മക്കളുടെ മക്കളെ ഒരു തരത്തിൽ കാണുക. നിങ്ങൾക്കൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെല്ലാം അനുഭവങ്ങൾ ഓരോ കുഞ്ഞുങ്ങൾ വന്ന് പറയുന്നത്. എല്ലാ മക്കളെയൊക്കെ ഒരുപോലെ ഒന്ന് കാണുക, പാത്ത് അവർക്ക് വല്ലതും കൊടുക്കുക. ഇതൊക്കെ ഇവരുടെ മനസ്സിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കൃത്യമായിട്ടും ഒരേപോലെ കാണാനും അവരെ ഒരേപോലെ പരിചയം. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളെ ചിലതിൻ്റെ ഒക്കെ പേര് നമുക്ക് ഇഷ്ടം കൂടുതൽ കാണും, പക്ഷെ അത് പ്രകടമായിട്ട് മറ്റുള്ള കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നിങ്ങളൊക്കെ മരിച്ചു പോകും. കുറേ നാൾ കഴിയുമ്പോൾ വലിയമ്മച്ചയുടെ സ്വഭാവം ഇതായിരുന്നു, വലിയപ്പച്ചൻ ഇങ്ങനായിരുന്നു, എന്തെങ്കിലും കൗൺസിലിംഗ് വരുമ്പോൾ ഇതെല്ലാം അവർ നമ്മളോട് പറയും. അതുകൊണ്ട് മക്കളെ ഒക്കെ ഒരുപോലെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ആൺമക്കായാലും പെൺമക്കായാലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും, പ്രത്യേകിച്ച് ഈ മെന്റൽ ഹെൽത്തിൽ എല്ലാ മാർഗങ്ങളും ഉണ്ട്. മറച്ചു വെക്കുകയും മൂടി വെക്കുകയും ചെയ്യരുത്. അതുപോലെ ഇന്നലെ വന്ന വേറെ കുറിച്ച് പറയാം, ട്വിൻസാ, 3 വയസ്സേ ഉള്ളൂ. അമ്മായിയമ്മയ്ക്ക് സർവത്ര കുറ്റം. ഈ പെങ്കൊച്ച് ഫുഡ് കൊടുക്കുന്ന കുഴപ്പം, ഡ്രസ്സ് ഇടിക്കുന്ന കുഴപ്പം, പിന്നെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന രീതി, ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ നമ്മൾ ഇരിക്കരുത്. കാര്യം നിങ്ങൾ ഒരു കാലഘട്ടത്തെ ഇങ്ങനെ ഒന്ന് കയറി വന്ന മരുമകളാണ്, പിന്നാണ് നിങ്ങൾ അമ്മായിയമ്മ ആയിരിക്കുന്നത്. ഇപ്പൊ വരുന്ന ഒരു കുട്ടിയുടെ സാഹചര്യങ്ങളും അവർ വളർന്ന ചുറ്റുപാടുകളും അവർക്ക് കിട്ടിയ പേരന്റിങ് ഒക്കെ വളരെ വ്യത്യാസമാണ്. ഈ ഒരു തിരിച്ചറിവില്ലെങ്കിൽ വളരെ സങ്കടപ്പെടേണ്ടി വരും.